ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് രാവിലെ ഞാനും മുനീർക്കി അങ്ങോട്ടാണ് പോകുന്നത്. റോട്ടറി ക്ലബ്ബ് കൊണ്ടോട്ടി ഇവിടെ ഏകദേശം 8 ലക്ഷത്തോളം വില വരുന്ന ഡയാലിസിസ് മെഷീൻ സൗജന്യമായിട്ട് നൽകും. ഇവിടെ ചെല്ലുന്നത് വരെ ഈ ക്ലബിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇവരുടെ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. എന്തായാലും ക്ലബ്ബ് ഭാരവാഹികളും മെമ്പേഴ്സും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഇനാഗുറേഷൻ പരിപാടി തുടങ്ങാൻ പോവുക. ആദ്യം തന്നെ ഡയാലിസിസ് സെന്ററിന്റെ കുറച്ച് പ്രവർത്തനങ്ങളാണ് കണ്ടത്. മഹാവിപത്തിന് എന്നാൽ ഇന്ന് അതിനേക്കാൾ ഭയത്തോടെ നേരിയ സാമ്പത്തികമായി ദിവസവും ഒരുപാട് ആളുകൾക്ക് ആശ്വാസമാണ്. ഇതാണ് ക്ലബിന്റെ ഡിസ്ട്രിക്ട് ഗവർണർ സന്തോഷ് സാർ, അപ്പുറത്തിരിക്കുന്നത് പ്രസിഡന്റ്. അങ്ങനെ ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥനയിൽ തുടങ്ങിയിട്ടുള്ള ഈ ഒരു പരിപാടി പങ്കെടുക്കാൻ സാധിച്ചപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഈ ക്ലബിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. പറയുന്നതിലപ്പുറം ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്തിട്ട്. വംശം, നിറം, മതം എന്നിവ നോക്കാതെ മാനുഷിക സേവനം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ ഒരു ക്ലബ്ബ് ലോകമെമ്പാടും 35,000-ൽ പരം അംഗ ക്ലബ്ബുകളായി പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്നാണ് കൊണ്ടോട്ടിയിലെ ഈ റോട്ടറി. അങ്ങനെ ഇനാഗുറേഷൻ പരിപാടിക്ക് ശേഷം ദേശീയഗാനം ചൊല്ലിയിട്ടാണ് ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിച്ചത്. അത് കഴിഞ്ഞ് റോട്ടറി കൊണ്ടോട്ടിയിലെ എല്ലാ മെമ്പേഴ്സും അംഗങ്ങളും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുത്തു. പിന്നെ ഇവർ നൽകിയിട്ടുള്ള ഈ ഒരു മെഷീൻ കൈമാറുന്നതിന് വേണ്ടി ക്ലബിലെ കുറച്ച് അംഗങ്ങൾ മാത്രം ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചു. അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇന്നിവിടെ എന്താ സംഭവം എന്നുള്ളത്. കൊണ്ടോട്ടി ഡയാലിസ് സെന്ററിലെ 45ാമത്തെ ഡയാലിസ് മെഷീന് ഇന്നിവിടെ നൽകിയത് നമ്മുടെ കൊണ്ടോട്ടിയിലെ റോട്ടറി ക്ലബ്ബാണ്. അപ്പോൾ ആ ക്ലബ്ബിലെ അംഗങ്ങൾക്ക് ഒരുപാട് നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. ഒരുപാട് പാവങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും നമ്മുടെ ഈ റോട്ടറി ക്ലബ്ബ് ഉണ്ടായിരിക്കട്ടെ. ഇതുമായി സഹായിച്ച എല്ലാവർക്കും പടച്ച തമ്പുരാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ. എന്തായാലും ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഇനിയും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരുപാട് നന്ദിയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു.